നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ഇത്തവണത്തെ ഫിഫ ബെസ്റ്റ് പുരസ്കാരത്തിനുള്ള നോമിനേഷൻ ലിസ്റ്റ് ഫിഫ പുറത്തുവിട്ടല്ലോ. ദി ബെസ്റ്റ് ഫിഫ മെൻസ് പ്ലെയർ അവാർഡിനുള്ള നോമിനേഷൻ ലിസ്റ്റിൽ പതിവ് പോലെ ലയണൽ മെസ്സി ഇടം പിടിച്ചിട്ടുണ്ട്. 11 പേരുടെ നോമിനേഷൻ ലിസ്റ്റിൽ യൂറോപ്യൻ ഫുട്ബോൾ കളിക്കാത്ത ഒരേ ഒരു താരമേ ഉള്ളൂ, അത് ലിയോ മെസ്സിയാണ്. എന്തുകൊണ്ട് മെസ്സിയെ ഉൾപ്പെടുത്തി എന്നുള്ളതിൻ്റെ വിശദീകരണം പോലെ ഓരോ താരങ്ങളുടെ കാര്യത്തിലും വിശദീകരണം ഫിഫ നൽകിയിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് മെസ്സിയുടെ കാര്യത്തിലും പറയുന്നുണ്ട്. അതിൽ ഫിഫ എടുത്ത് പറയുന്ന കാര്യം 37ാമത്തെ വയസ്സിലും വലിയ ഇൻഫ്ലുവൻസ് ആണ് മെസ്സി ഇൻ്റർ മയാമിയുടെയും അർജൻറ്റീനയുടെയും കളികളിൽ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് എന്നും 2023 ലീഗ്സ് കപ്പിന് പിന്നാലെ 2024 റെക്കോർഡ് പോയിൻ്റ് നേട്ടത്തോടുകൂടി MLS സപ്പോർട്ടേഴ്സ് ഷീൽഡ് മയാമിക്ക് നേടിക്കൊടുത്തു എന്നും അതുകൂടാതെ അർജൻറ്റീനയുടെ നായകനായിക്കൊണ്ട് കോപ്പ അമേരിക്കയിൽ മുത്തമിട്ടു എന്നുമൊക്കെ അക്കമിട്ട് നിരത്തുന്നുണ്ട് ഫിഫ. ഏതായാലും ഇങ്ങനെയൊക്കെ പറയുമ്പോൾ മറ്റ് പല താരങ്ങളും എങ്ങനെ ഒഴിവാക്കപ്പെട്ടു എന്ന ചോദ്യം കൂടി ആരാധകരുടെ ഭാഗത്തു നിന്നുണ്ട്. കോൾ പാൽമറ പോലെയുള്ള താരത്തിനൊന്നും ഒരു ഇടവും കൊടുത്തിട്ടില്ല എന്നതൊരു ഭാഗത്ത് നിൽക്കട്ടെ, ഇതേ അർജൻറ്റീനയിൽ നിന്ന് ലൗട്രോ മാർട്ടിനസ് എന്തുകൊണ്ടില്ല എന്നുള്ള ചോദ്യമാണ് ഇപ്പോൾ അർജൻറ്റീന ആരാധകർ തന്നെ ചോദിക്കുന്നത്. മെസ്സിയുണ്ട്, ലൗട്രോ ഇല്ല. MLS മെസ്സി കളിച്ചു, കിരീടമൊക്കെ ചൂടി എന്ന് പറയുമ്പോൾ ഇൻ്റർ മിലാനു വേണ്ടി ലൗട്രോ കളിച്ച കളി ടോപ്പ് 5 ലീഗിൽ അദ്ദേഹം പൊളിച്ചടുക്കിയ സീസണാണ് കടന്നുപോയത്. എന്നിട്ട് അദ്ദേഹത്തെ ഉൾപ്പെടുത്തിയില്ല. കോപ്പ അമേരിക്കയിൽ മെസ്സി നായകനായിക്കൊണ്ട് കിരീടം ചൂടി എന്ന് പറയുമ്പോൾ ഉള്ള ചോദ്യം, അതേ കോപ്പ അമേരിക്കയിൽ പരിക്കേറ്റ് മെസ്സി ചില കളികളിലൊക്കെ പുറത്തിരുന്നിട്ട് എന്നാൽ നിർണായകമായ ഗോളുകൾ നേടി ടോപ്പ് സ്കോററായ ലൗട്രോക്ക് എന്തുകൊണ്ട് ഇടം കൊടുത്തില്ല എന്ന ചോദ്യത്തിനും ഫിഫയുടെ ഉത്തരവില്ല എന്നതാണ് യാഥാർത്ഥ്യം. മെസ്സി അതിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൗട്രോ മാർട്ടിനസും നോമിനേഷൻ ലിസ്റ്റിൽ ഇടം അർഹിച്ചിരുന്നു എന്നതാണ് യാഥാർത്ഥ്യം. ഏതായാലും നോമിനേഷൻ ലിസ്റ്റിനെ കുറിച്ച് പലതരത്തിലുള്ള വിവാദങ്ങൾ വരുന്നു. എന്തുകൊണ്ട് മെസ്സിയുണ്ട് പക്ഷേ ലൗട്രോ ഇല്ല, അതൊരു ചോദ്യം തന്നെയാണ്. വിശദീകരിക്കാൻ ഫിഫക്കാവുമോ? വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.